ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് ഈ പേഴ്സൻ്റെ കറൻറ്റ് എനർജി ആൻഡ് ഫീലിങ്സ്? ഇവരുടെ തോട്ട്സ് എന്താണ് നിങ്ങളുടെ അടുത്ത്? ഇവിടെ 6 ഓഫ് കപ്സിന് എനർജി, 4 ഓഫ് പെൻറ്റക്കിൾസിന് എനർജി, ഫുൾ കാർഡ് വന്നിട്ടുണ്ട് ആൻഡ് 2 ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട്, 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എന്താണ്? ഇത് ചെറിയ റീഡിംഗ് ആയിരിക്കും കേട്ടോ. 5 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, 4 ഓഫ് പെൻറ്റക്കിൾ, 6 of wands, 2 of pentacle, 3 of pentacles, 2 of swords. ഓക്കെ, അപ്പം ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് കാണിച്ചു തരാൻ പറ്റില്ല. ആൻഡ് ഡബിൾ കാർഡും ആണ് താഴെ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കറണ്ട് എനർജി നോക്കുമ്പം പാസ്റ്റ് ലൈഫിനെ ആലോചിച്ച് ഒരു നൊസ്റ്റുവായി അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത്. ദാറ്റ് മീൻസ് മേ ബി നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കാണുന്നത്. രണ്ടുപേരും ഓർമ്മയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ഫീലിങ്സ് തോട്ട്സിനകത്ത് നമുക്ക് 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ഈ വ്യക്തിയിൽ നിന്ന് എന്തൊക്കെയോ കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു ക്ലാരിറ്റി ആയിരിക്കാം, മേ ബി ക്ലാരിറ്റി ആയിരിക്കാം. അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും പൈസ കാര്യങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചതായിരിക്കാം. അപ്പം അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ ഒരുപാട് കാര്യം ഷെയർ ചെയ്യണം. മേ ബി ഈ ഷെയറിങ് നിങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഫുൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഫുൾ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂ ബിഗിനിങ് ആണ്. നമ്മളിവിടെ ഫസ്റ്റ് മെമ്മറിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് അതിലൊരു നൊസ്റ്റു കൊടുത്ത് അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തി ജീവിക്കണ രണ്ടുപേര്, അതാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ എനർജിയിലും ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫുൾ കാർഡിനകത്ത് അതൊരു ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ ന്യൂ ബിഗിനിങ്, ഓക്കെ, അത് റീഓപ്പൺ ആകും എന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ 2 സോർട്സിന് എനർജി വരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും പല കാര്യങ്ങളും ഹൈഡിങ്ങിൽ തന്നെ വെച്ചേക്കുവാണ്. ഓക്കെ, അത് ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല. ഇവർക്ക് 2 സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന് നിങ്ങളാണ്, ഒന്ന് മൾട്ടിപ്പിൾ പ്രിയോറിറ്റി. സോ അതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടിലും ഏതാണ് ഇവർക്ക് ചോയ്സ് എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. അവർക്ക് ജഗിളിംഗ് ആണ്, അവർക്ക് ബാലൻസ് ഇല്ലായ്മ നല്ല രീതിക്ക് തന്നെ ഉണ്ട്. സോ നിങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ അപ്പുറത്ത് നിൽക്കുന്ന മൾട്ടിപ്പിൾ പ്രിയോറിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവർക്ക് കറക്റ്റായിട്ടൊരു ബാലൻസ് ഇല്ലായ്മയാണ്. അവർക്ക് കറക്റ്റ് അതിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓപ്ഷൻ ഏതെടുക്കണം എന്നുള്ളത് അറിയത്തില്ല. ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു സ്റ്റേജാണ് ഇപ്പം അവരുടെ കറണ്ട് സിറ്റുവേഷനകത്ത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം മേ ബി നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതുപോലെ ഇവിടെ 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വരുമ്പം ഇപ്പം നിങ്ങളുടെ പേഴ്സൺ അബ്രോഡാണ്, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലാണ്, ഈ പേഴ്സൺ അബ്രോഡാണ്, നിങ്ങൾ ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളെ കാണാൻ വരാൻ ഇറങ്ങുന്നുണ്ട് ഈ പേഴ്സൺ. ഓക്കെ, അതായത് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നേർക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ സെലിബ്രേഷൻ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. ഇതെല്ലാം ഇവരുടെ ഫീലിങ്സിനകത്തും തോട്ട്സിനകത്തും വരുന്ന കാര്യങ്ങളാണ്. സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു
നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട്, അതായത് ഒരു ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ അത് അത്രയും ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ ആ ഒരു സെലിബ്രേഷൻസ് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട്. സോ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ തിരിച്ചറിഞ്ഞാലും അവർ വേണ്ട എന്ന് വെച്ച് ബാക്കോട്ട് നിൽക്കുന്നൊരവസ്ഥ. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് മുഴുവൻ റിയൂണിയൻ ഉണ്ട്, പേഴ്സണ് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹമുണ്ട്, കൂടെ ഒരു പാർട്ട്ണർഷിപ്പിന് ആഗ്രഹമുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞെങ്കിലും ഈ പേഴ്സൺ എലോൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ സ്നേഹം ബേക്കിലുണ്ടെന്ന് അറിഞ്ഞിട്ടും തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ റീസൺ ആണ് ഈ തേർഡ് പാർട്ടി, സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇവർക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര പൊസസീവ്നെസ് ആണ്, നിങ്ങളങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ നിങ്ങളുടെ സ്നേഹം അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ പേഴ്സൺ ഒരിക്കലും മറന്നിട്ടില്ല നിങ്ങളെ. ഓക്കെ, അത് ആ ഒരു മെമ്മറീസിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരാളുടെ കറണ്ട് എനർജി ആണ് ഇവിടെ ഉള്ളത്. അറ്റ് ദ സെയിം നിങ്ങളും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നുണ്ടാവുക. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഡബിളും വേൾഡും ആണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ മേ ബി അബ്രോഡ് ആയിരിക്കാം, നിങ്ങൾ ഭയങ്കര ലോങ് ഡിസ്റ്റൻസിൽ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. അപ്പം ഇവിടെ നിങ്ങളുടെ പേഴ്സണെ ഒരു തേർഡ് പാർട്ടി നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡബിൾ കാർഡാണ്. അപ്പോൾ ഈ കൺട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും ആക്ഷൻ എടുത്ത് വന്നിട്ടുണ്ടാകും. പക്ഷേ ഇവരുടെ തോട്ട്സിനകത്തും ഫീലിങ്സിനകത്തും എല്ലാം തന്നെ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആണ് കാണുന്നത്. അതായത് നിങ്ങളുമായിട്ട് ഇവർ ഭയങ്കരമായിട്ടും കണക്ട് ചെയ്ത് ഭയങ്കര തോട്ട്സ് കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യുന്നതായിട്ടാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്ലൂസ് ഒന്ന് നോക്കാം. ക്ലൂസ് കാര്യങ്ങൾ ലെറ്റർ എഫ് വന്നിട്ടുണ്ട്, 45 ആൻഡ് 33 വന്നിട്ടുണ്ട്. ലെറ്റർ വൈ 50 ആൻഡ് 29 വന്നിട്ടുണ്ട്. എ വന്നിട്ടുണ്ട്. 36ഉം 58ഉം 39 ബി ലെറ്റർ ഡി. 27 വന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സ് ചിലപ്പം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം, ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നമ്പേഴ്സ് ആയിരിക്കാം, അവർക്ക് ഇഷ്ടപ്പെട്ട നമ്പേഴ്സ് ആയിരിക്കാം, ലെറ്റർ ആയിരിക്കാം. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ, മിഡിൽ ലെറ്റർ എല്ലാം ആയിരിക്കാം. ലെറ്റർ എസ് 26, 28 ആൻഡ് 1 വന്നിട്ടുണ്ട്. ഈ രണ്ടെണ്ണം കൂടി മതി. നമ്പർ 35, 42, 24, ലെറ്റർ സി. ഓക്കെ, ഇനി സോഡിയക് സൈൻ കൂടി നോക്കാം. ലിയോ ജെമിനി എഗെയിൻ വന്നിട്ടുണ്ട്. ഏരിയസ്, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ, ജെമിനി, പൈസിസ്, ഏരിയസ്. ഓക്കെ, ഇതിൽ പറയാത്ത സോഡിയക് സൈനുകളുള്ള ആളുകൾക്കും ഈ വീഡിയോ റെസണേറ്റ് ആവും. സോഡിയക് സൈൻ ഉള്ള ആളുകൾക്ക് മാത്രമല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിലെ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഒരു സബ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുത്ത് വെക്കുക. നിങ്ങളുടെ നാളുകളുണ്ടല്ലോ, നമ്മൾ മലയാള മാസത്തിൽ ചിങ്ങം, കന്നി, തുലാം, അങ്ങനെ മലയാള മാസത്തിൽ ഈ ലിയോ, സാജിറ്റേറിയസ് മലയാള നാളുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ അത് മെമ്പർഷിപ്പ് ആയിട്ടായിരിക്കും, മെമ്പേഴ്സ് ഉള്ളി ആയിരിക്കും ഇടുക. അപ്പം നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് വെക്കുക. മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. കാരണം അവർക്ക് മാത്രമുള്ള റീഡിങ്സ് ആയിരിക്കും ഓരോ നാളുകൾക്കുള്ളത് കേട്ടോ.